പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ഇത് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് ചിന്തിക്കാനല്ല, മറിച്ച് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ, കൊളോസ്യർ 1:15 എന്താ വായിക്കുന്നേ? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുൻപുള്ള ആദ്യജാതനുമാണ്. അടുത്ത വചനം. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കാം. കൊളോസ്യർ 2:15, 14-15. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവരുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കുരിശിലെ മരണം ബൈബിൾ പഠിപ്പിക്കുന്നത് അത് ആധിപത്യങ്ങളുടെ മേൽ, അധികാരങ്ങളുടെ മേലുള്ള യേശുവിന്റെ വിജയമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുക. നമ്മൾ ദുഃഖവെള്ളി എന്ന് മലയാളത്തിലാക്കിയെങ്കിലും ഗുഡ് ഫ്രൈഡേ ആണ്. ഇത് മഹത്വത്തിന്റെ കാലയളവാണ്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നമ്മുടെ കാൽ കീഴിലാക്കി ചവിട്ടി മെതിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത കുരിശുമരണത്തെ ആഘോഷിക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ മലങ്കര കത്തോലിക്ക സഭയിൽ അല്ലെങ്കിൽ അന്ത്യോക്യൻ ആരാധനാക്രമത്തില്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകളിലെല്ലാം കുരിശിൽ തറയ്ക്കപ്പെടുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അതൊരു മനുഷ്യമുഖമുള്ള ക്രിസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്, ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പാടാറില്ലേ, ദൈവം ക്രൂശിൽ തൂങ്ങുന്നു, സൃഷ്ടികളവനെ നമിക്കുന്നു. കുരിശിൽ മരിക്കുന്നത് ദൈവമാണ്. ക്രിസ്മസിന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മ ഉണ്ണി ഈശോയെ, ദൈവത്തെ പാലൂട്ടുന്നു. ദൈവം പാലികയുടെ മടിയിൽ കിടന്നുകൊണ്ട് അവൾ കൊടുക്കുന്ന പാല് കുടിക്കുന്നു. ദൈവം, ഈ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുമാണ് നമ്മുടെ ലിറ്റർജി മുഴുവനും പറയുന്നത്. ഹല്ലേലൂയ.